ഇന്ന് പഞ്ചാബിൽ നിന്ന് രാജസ്ഥാനിലേക്ക് ഓടുന്ന ട്രെയിൻ നമ്പർ 339 വെറുമൊരു വണ്ടിയല്ല, അത് ക്യാൻസർ എക്സ്പ്രസ് ആണ്. ഇതിലെ യാത്രക്കാരിൽ ഭൂരിഭാഗവും കീടനാശിനികൾ കലർന്ന വെള്ളവും ഭക്ഷണവും കഴിച്ച് രോഗികളായ പാവം കർഷകരാണ്. ഭയാനകമായ ഒരു കണക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 2045 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ 67% വർധനവുണ്ടാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വെറും 20 വർഷം കൊണ്ട് 15 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷത്തിലേക്ക് ഈ മാരക രോഗം പടരും. പക്ഷേ ഇതിലും ഭയപ്പെടുത്തുന്ന മറ്റൊരു സത്യമുണ്ട്. ഇന്ത്യയിലെ 50%-ലധികം ഭക്ഷണ സാധനങ്ങളിലും അനുവദനീയമായ അളവിൽ കൂടുതൽ മാരകമായ കീടനാശിനികൾ അടങ്ങിയിരിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. അതെ, നമ്മൾ കഴിക്കുന്ന ഓരോ ഉരുള ചോറിലും ഒരു സ്ലോ പോയ്സണിങ് ഒളിഞ്ഞിരിപ്പുണ്ട്. എവിടെ നിന്നാണ് ഈ ദുരന്തം തുടങ്ങിയത്? നമുക്ക് കുറച്ച് മുന്നിലേക്ക് പോകാം. 1960കളിലേക്ക് ഇന്ത്യയുടെ പട്ടിണി മാറ്റാൻ കൊണ്ടുവന്ന ഹരിത വിപ്ലവം. ഗോതമ്പും നെല്ലും വിളഞ്ഞു, ഇന്ത്യയുടെ പട്ടിണി മാറി. പഞ്ചാബ് ഇന്ത്യയുടെ അന്നപാത്രമായി മാറി. പക്ഷേ ആ വിപ്ലവത്തിൻ്റെ മറുവശം ആരും കണ്ടില്ല. കൂടുതൽ വിളവിനായി മണ്ണിലേക്ക് ടൺ കണക്കിന് രാസവളങ്ങളും മാരകമായ കീടനാശിനികളും അടിച്ചു കയറ്റി. 1960കളിൽ തുടങ്ങിയ ആ അമിത ഉപയോഗമാണ് ഇന്ന് പഞ്ചാബിനെ ഒരു ക്യാൻസർ തടവറയാക്കി മാറ്റിയത്. ഇന്ത്യയുടെ ആകെ ഭൂമിയുടെ വെറും 1.5% മാത്രം വരുന്ന പഞ്ചാബ് രാജ്യത്തെ കീടനാശിനികളുടെ 20%-ഓളം ആണ് ഉപയോഗിക്കുന്നത്. പഞ്ചാബിലെ പാലിലും പച്ചക്കറിയിലും വളരെ മാരകമായ DDT, എൻഡോസൾഫാൻ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനേക്കാൾ ഞെട്ടിക്കുന്നത് എന്താണെന്നോ? ഈ വിഷാംശമുള്ള ഭക്ഷണമാണ് ഇന്ത്യയിലുടനീളം വിതരണം ചെയ്യപ്പെടുന്നത്. പഞ്ചാബിലെ കർഷകരുടെ ചോരയും കണ്ണീരും കലർന്ന ആ വിഷം നമ്മുടെ അടുക്കളയിലും എത്തുന്നുണ്ടെങ്കിൽ നമ്മളതറിയണ്ടേ? ഇന്ത്യ അൺടോൾഡ് ലക്ഷ്യമിടുന്നത് വികസനത്തിൻ്റെ തിളക്കത്തിൽ മുങ്ങിപ്പോയ ഇത്തരം കറുത്ത സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ്. 1960-ൽ വിതച്ച വിഷം 2026-ൽ നമ്മളെ വേട്ടയാടുകയാണ്. ക്യാൻസർ നിരക്ക് 67% വർദ്ധിക്കുന്നത് തടയാൻ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ മതിയാവും. സുരക്ഷിതമായ ഭക്ഷണത്തിനായി, ശുദ്ധമായ മണ്ണിനായി നമുക്ക് ശബ്ദമുയർത്താം. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക. ഇന്ത്യയുടെ കാണാപ്പുറങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.